സ്വീഡനിൽ സ്കോളർഷിപ്പ് ഇപ്പോൾ ഓപ്പൺ ആണ്. മാസ്റ്റേഴ്സിന് ഇന്ത്യയിൽ നിന്ന് അപ്ലൈ ചെയ്യുന്ന എല്ലാ സ്റ്റുഡൻസും ആക്ച്വലി സ്കോളർഷിപ്പിന് എലിജിബിൾ ആണ്. പക്ഷേ മെറിറ്റ് ബേസ്ഡ് എന്ന് പറയുമ്പോൾ മാർക്ക് ബേസിസിലാണ് നമുക്ക് സ്കോളർഷിപ്പിന് എലിജിബിലിറ്റി വരുന്നത്. സ്കോളർഷിപ്പ് ആപ്ലിക്കേഷൻ എല്ലാവരും എലിജിബിൾ ആണ്. പക്ഷേ സ്കോളർഷിപ്പ് കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് തീർച്ചയായിട്ടും മെറിറ്റ് ബേസ്ഡിലായിരിക്കും ഉണ്ടാകുന്നത്. ഒരു പക്ഷേ നിങ്ങൾക്കറിയാവുന്ന ഒരുപാട് സ്റ്റുഡൻസ് സ്വീഡനിൽ വന്ന് പഠിക്കുന്നുണ്ടായിരിക്കാം. മാർക്ക് ഉണ്ടായിട്ടും അവർക്ക് എന്തുകൊണ്ട് സ്കോളർഷിപ്പ് കിട്ടുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നാറുണ്ടോ? അതല്ലെങ്കിൽ കമ്പാരിറ്റീവ്ലി കൂടെ പഠിക്കുന്ന മാർക്ക് കുറഞ്ഞ ആൾക്കാർക്ക് സ്കോളർഷിപ്പ് കിട്ടുകയും മാർക്ക് കൂടിയ ആൾക്കാർക്ക് സ്കോളർഷിപ്പ് ഇല്ലാതെ വരുന്നൊരവസ്ഥയും ഇവിടെ ഉണ്ടാവാറുണ്ട്. ഇത് എന്തുകൊണ്ടായിരിക്കും? ഇത് ആക്ച്വലി ഇവിടുത്തെ സ്കോളർഷിപ്പിൻ്റെ ഒരു റൂളുണ്ട്. ആ റൂളിലുള്ള ഒരു കൺസ്ട്രെയിൻറ്റ് കാരണമാണ് ഈ ഒരു സിറ്റുവേഷനിലേക്ക് നോർമലി സ്റ്റുഡൻസ് എൻഡപ്പ് ചെയ്യുന്നത്. അതെന്താണെന്നറിയാനും ബാക്കിയുള്ള സ്വീഡൻ ആപ്ലിക്കേഷൻ മെൻറ്ററിങ്ങിനും കോൺടാക്ട് മീ. TCS@World, your gateway to Sweden.